പറഞ്ഞു കേട്ടുള്ള കാര്യമാണ്. ഇടവായില സ്റ്റേഡിയവും അതുപോലെ തന്നെ കാപ്പില ക്ഷേത്രകുളവും കുളമൊക്കെ നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടി സെറ്റ് ചെയ്യാനുള്ള കുറെ ശ്രമങ്ങൾ താങ്കൾ നടത്തിയിട്ടുള്ളത് അറിയാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചൊന്ന് പറയാം. കാപ്പില ക്ഷേത്രകുളത്തിന് അത് പറയാം. ഇടവ സ്റ്റേഡിയം എന്ന് പറയുന്നത് 1978 നെയ്നാർ, ബഹുമാനപ്പെട്ട നെയ്നാർ സാർ മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോൾ ഒരു പഞ്ചായത്തിന് ഒരു കളിസ്ഥലം എന്നുള്ളൊരു നിയമം വന്ന്, അങ്ങനെ ഓരോ പഞ്ചായത്തിന് 900 പഞ്ചായത്തിനും 75,000 രൂപ വീതം ഓരോ പഞ്ചായത്തിനും ഈ കളിസ്ഥലം ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹം കൊടുത്തു. അന്ന് ഇടവ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന സദാശിവൻ സാറ് എൻ്റെയും അധ്യാപകനാണ്, എന്നെയും പഠിപ്പിച്ച അധ്യാപകനാണ്. അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നമുക്ക് കുറച്ച് പൈസ കിട്ടിയിട്ടുണ്ട്, നമുക്കൊരു എന്ത് ചെയ്യാം, സ്പോർട്സിന് വേണ്ടി എന്താ ചെയ്യാം. ഞാൻ പറഞ്ഞു, സാർ എന്താ ഉദ്ദേശിക്കുന്നത്? അതിപ്പോൾ എവിടെയെങ്കിലും 2 സെൻറ്റ് തറ വാങ്ങാം, നമ്മുടെ പഞ്ചായത്തിൻ്റെ ബാക്കിൽ എവിടെയെങ്കിലും 2 സെൻറ്റ് തറ വാങ്ങാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാർ 2 സെൻറ്റ് തറ വാങ്ങിയാൽ നമുക്ക് ചീട്ട് കളിക്കാം, ഗോലി കളിക്കാം, ഇതേ നടക്കുകയുള്ളൂ, അല്ല വേറെ സ്പോർട്സ് ഒന്നും നടക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ താൻ എന്താ ഉദ്ദേശിക്കുന്നത്? ഒന്ന് ഞാൻ പറഞ്ഞു, സാറേ കുറച്ച് സ്ഥലം എന്ന് വെച്ചാൽ 2.5 ഏക്കർ കിട്ടുകയാണെങ്കിൽ നമ്മൾ 200 മീറ്റർ ട്രാക്കും അതിനകത്തൊരു ഫുട്ബോൾ ഫീൽഡും എല്ലാം നിൽക്കുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അതൊരു 5.5 ഏക്കർ വാങ്ങാൻ കഴിയുമെങ്കിൽ നമുക്കൊരു 400 മീറ്റർ ട്രാക്കും അതിനകത്ത് മറ്റു കളികളെല്ലാം നടക്കുന്ന രീതിയിൽ എടുക്കാം. തനിക്കറിയാം ഇടപാലത്തെ തറയുടെ വിലയാണ്, ഇതൊക്കെ എന്ത് പാടുള്ള കാര്യമാണ്. ഈ പിന്നാണ് 2.5 ഏക്കറിൻ്റെ കഥ പറയുന്നതെന്ന് പറയും, എന്നെ കളിയാക്കി വിട്ട്. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേക്ക്, പഞ്ചായത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എനിക്ക് തോന്നി ഇത് നടക്കില്ല എന്ന്. ഞാൻ ഒരു പ്രസ്സിൽ കയറിയിട്ട്, വരുന്ന വഴിയിൽ ഒരു പ്രസ്സിൽ കയറിയിട്ട് പറഞ്ഞ് ഒരു ബിഡ് നോട്ടീസ് അടിക്കണം, ഇടവായിൽ ഒരു പൊതു കളിസ്ഥലം വേണോ വേണ്ടേ, അതിൻ്റെ ഒരു ആലോചന യോഗം ഇത്രാം തീയതി വെങ്കുളം LVP സ്കൂളിൽ വെച്ച് കൂടുന്നതാണെന്നും പറഞ്ഞ് എൻ്റെ പേരും വെച്ചൊരു നോട്ടീസ് ഇറക്കി. പക്ഷെ അന്ന് 106 പേര് അവിടെ പങ്കെടുത്ത് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റ് ഫ്രണ്ട് റബ്ബ് സാറ് എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ പഞ്ചായത്ത് പ്രസിഡന്റിനെ തന്നെ ഞാൻ സാറാണ് അധ്യക്ഷനായിട്ടിരിക്കേണ്ടത്, സാറ് ഇരുന്ന് അജണ്ട എഴുതി കൊടുത്ത് സാറിനെ അധ്യക്ഷനായിട്ട് ഞങ്ങൾ വിളിച്ചിരുത്തി. സാറ് സ്വപ്നം ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കി, എല്ലാവരും നോക്കിയിട്ട് പറഞ്ഞു, ഇടവാൽ ഒരു പൊതു കളിസ്ഥലം വേണോ വേണ്ടേ, അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കുന്നത് ഞാനല്ല, നമ്മുടെ നാട്ടുകാരനും എല്ലാം സ്പോർട്സ് ഫീൽഡിലുള്ള ശശാങ്കൻ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഈ പ്രസംഗം എൻ്റെ തൊഴിലല്ല, എനിക്ക് അറിയത്തേ ഇല്ല. ഞാൻ പറഞ്ഞു, സാറേ തൊഴിൽ കൊണ്ട് പറഞ്ഞു, സാറേ അത് സാറങ്ങ് പറഞ്ഞാൽ അത് കാര്യമില്ല, നീങ്ങുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിളിക്കുമ്പോൾ ചെന്നേ നോക്കുക, സാറേ എൻ്റെ അധ്യാപകനും കൂടിയാണ്. അങ്ങനെ ഞാൻ നേരെ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ, നീ ഒന്ന് ആലോചിച്ച്, നിനക്ക് അറിയാവുന്ന കാര്യം കിട്ടേക്ക് അങ്ങ് പറഞ്ഞാൽ മതി, നീ അവിടെ പ്രസംഗിക്കുകയെന്ന് വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇന്ന് ആലോചിച്ചിട്ട് ഞാൻ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് സദാശിവൻ സാറ് ഫുട്ബോൾ കളിച്ച് കാലൊടിഞ്ഞിട്ടുള്ള മനുഷ്യനാണ്. എൻ്റെ ആദ്യ വാക്ക് ഇത് പറഞ്ഞു. സാർ അന്തം വിട്ട് തിരിഞ്ഞു നോക്കി. സാറ് കേരള യൂണിവേഴ്സിറ്റിക്ക് കളിച്ചിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റി ഞാൻ യൂണിവേഴ്സിറ്റി 34 വർഷം യൂണിവേഴ്സിറ്റിയുടെ കോച്ചായിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഇതെല്ലാം റെക്കോർഡുകളും പരിശോധിച്ചപ്പോൾ ഇങ്ങനെ സാറിൻ്റെ പേര് സദാശിവൻ സാറ് ഫുട്ബോൾ കേരള യൂണിവേഴ്സിറ്റി ഫുട്ബോൾ കളിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് സാറ് എന്നെ അന്ന് വിടും, ഈ കഥയൊക്കെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഓരോ സ്പോർട്സുകാരെ പറ്റിയും പഴയ ആളുള്ള പേരുകൾ ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പം ഈ ഇരിക്കുന്ന ഇത്രയും പേരുടെ മക്കള് പ്രീ ഡിഗ്രിക്ക് ഒരു അഡ്മിഷൻ വേണമെങ്കിൽ നിങ്ങൾ ഒന്നി വർക്കല കോളേജിൽ അല്ലെങ്കിൽ നിലമേ കോളേജിൽ അതേപോലെ കൊല്ലത്ത് കോളേജിൽ അവിടെ ചെന്നിട്ട് മാനേജ്മെൻറ്റ് നമ്മളെ മോൻ അത്രയും മാർക്കില്ലെങ്കിൽ മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടി നിങ്ങൾ ആരെയൊക്കെ കാല് പിടിക്കുന്നതെന്ന് വിളിച്ച് കാല് പിടിച്ച് ചിലർക്ക് കിട്ടും, ചിലർക്ക് കിട്ടുന്നില്ല. പക്ഷേ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും 11 സെക്കൻഡ് 11 സെക്കൻഡിൽ 100 മീറ്റേഴ്സ് ഓടുന്ന ഒരാളുണ്ടെങ്കിൽ അവന് ഞാൻ പഠിത്തമല്ല അഡ്മിഷനല്ല, അവന് ജോലി മേടിച്ച് കൊടുക്കാം. 7 മീറ്ററിന് അന്ന് ഞാൻ പറയാം 7 മീറ്ററിന് മുകളിൽ ലോങ് ജമ്പ് ചാടും. നിങ്ങൾ പലരും ഉണ്ട്. ഞാൻ ഓരോ കളിക്കാരനല്ലായിരുന്നു. എൻ്റെ കഴിവ് ഞാൻ പുനലൂർ കോളേജിൽ ചെന്നപ്പോഴാണ് എൻ്റെ കഴിവ് പുറത്ത് കാണിക്കാൻ കഴിഞ്ഞത്. അതേപോലെ ഈ ഇരിക്കുന്നവർ നിങ്ങളുടെ മക്കൾക്കും പല കഴിവുകളുണ്ട്. പക്ഷെ നമ്മൾ പഠിക്കുന്ന സ്കൂളിൽ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അത് പുറത്ത് വരുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അവർ കേട്ടിട്ട് ഇരുന്നിട്ട് അവർ പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞ് സ്പോർട്സ് സ്കൂൾ അഡ്മിഷൻ അല്ല സ്പോർട്സ് കോട്ട അഡ്മിഷന് നിങ്ങളുടെ മക്കൾക്ക് മിനിമം റവന്യൂ ഡിസ്ട്രിക്ട് ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ ആ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കും. നാഷണൽ ഇന്റർനാഷണൽ ഇല്ലെങ്കിൽ ആ താഴോട്ട് വരുമ്പോൾ സ്റ്റേറ്റ് അതിൻ്റെ താഴോട്ട് റവന്യൂ ഡിസ്ട്രിക്ട് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരാൾക്ക് വരെ അഡ്മിഷൻ കൊടുക്കണമെന്ന് റൂളുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റി റൂളിനകത്ത് പറയുന്നുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും പലർക്കും ആ അഡ്മിഷൻ കിട്ടും. നിങ്ങൾ ആരും ഒരു മാനേജ്മെൻറ്റ് സീറ്റിന് പോകണ്ട എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് ആവേശം വന്ന്
പറഞ്ഞു അല്ല നമ്മളെ നാട്ടിൽ ഒരു പൊതു കളിസ്ഥലം വേണം, ഈ പറഞ്ഞ കണക്ക് ഇത് എത്രയൊക്കെ ആനുകൂല്യം നമ്മളെ മക്കൾക്ക് കിട്ടേണ്ടതാണ്. അങ്ങനെ അവിടെ വെച്ചാണ് ഈ സ്പോർട്സ് സ്കൂൾ ഞങ്ങൾക്ക് ഇടപാട് ഒരു സ്റ്റേഡിയം വേണമെന്നുള്ളൊരു തീരുമാനം എടുക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു സ്റ്റേഡിയം വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതിന് ഇത്തിരി ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ഇന്ന സ്ഥലത്ത് വരികയാണെങ്കിൽ അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കൃഷി ചെയ്യാതെ കിടക്കുന്ന കുറേ വയലുകൾ വർഷങ്ങളായിട്ട് വെള്ളമില്ലാതെ കൃഷി ചെയ്യാതെ കിടക്കുന്ന അതിൽ ഒരു സ്ഥലം ഏതെങ്കിലും ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഇന്നടത്ത് വരികയാണെങ്കിൽ നിങ്ങൾ 2 സെൻറ്റ് 3 സെൻറ്റ് ഞങ്ങൾക്ക് അവിടെ നിലമുണ്ട്, 2 സെൻറ്റ് 3 സെൻറ്റ് ഫ്രീ ആയിട്ട് തരാമെന്ന് പറഞ്ഞ് നമുക്ക് ഒരു 19 സെൻറ്റ് ഫ്രീ ആയിട്ട് അപ്പോൾ തന്നെ കിട്ടിക്കഴിഞ്ഞ്. സദാശിവ സാർ അവിടെ ഒരു ചിരിക്കുകയാണ്. അപ്പം എന്നെ പറയണ്ട, 1 സെൻറ്റ് തറ വാങ്ങാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. സാറിൻ്റെ മുമ്പ് വെച്ചാണ് ഈ ആളുകൾ പറഞ്ഞെല്ലാം കൂടെ 50 സെൻറ്റോളം ഫ്രീ ആയിട്ട് തരാമെന്ന് വാഗ്ദാനം ചെയ്ത്. പക്ഷെ അവരാരും ഫ്രീ ആയിട്ട് തരേണ്ടി വന്നില്ല. ഞങ്ങൾക്ക് എൻ്റെ സുഹൃത്തുക്കൾ അന്ന് എന്നോടൊപ്പം കളിച്ച് പഠിച്ച് വളർന്ന കുട്ടികൾ പലരും ഗൾഫിലാണ്. അവരെന്നെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അവർ വരുമ്പോഴെല്ലാം ഞാൻ ഈ സങ്കടം പറയാം, നമുക്ക് നാട്ടിൽ പൊതു കളിസ്ഥലം വേണമെന്ന് പറയുന്നതിൻ്റെ കാര്യം പറയുമ്പോൾ അവർ പറഞ്ഞ് ശരി നീ ധൈര്യമായിട്ട് മുമ്പോട്ട് പോ, ഞങ്ങൾ അവിടെ നിന്ന് കളക്ട് ചെയ്ത് പൈസ അയച്ചു തരാമെന്ന്. അവരാണ് അബുദാബി, അവരെല്ലാം ഇപ്പം നാട്ടിലുണ്ട്. അന്ന് അവർ ഗൾഫിൽ നിൽക്കുമ്പോൾ അവരെല്ലാം കൂടെ മീറ്റിംഗ് കൂടിയിട്ട് ഫസ്റ്റ് മീറ്റിംഗ് തന്നെ 1.5 ലക്ഷം രൂപ അവർക്ക് വാഗ്ദാനമായി. അത് ശമ്പള ഡേറ്റിൽ ഒന്ന് കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. പറഞ്ഞ് 2 ആഴ്ചയ്ക്ക് തന്നെ 50,000 രൂപ അവർ ഉടനെ തന്നെ കൊടുത്തു വിട്ട്. ആ 50,000 രൂപ ഇവിടെ വന്ന ഗൾഫിൽ നിന്ന് വന്ന ഒരാളെ എൻ്റെ ചെക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു അത് രഹസ്യമായിട്ട് ഇപ്പോൾ തരണ്ട, ഞാൻ എൻ്റെ ഒരു ഏതെങ്കിലും ഒരു ഇൻ്റർനാഷണൽ താരത്തിനെ കൊണ്ടുവന്ന് നമുക്ക് വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് അന്ന് നോക്കിയപ്പം മേഴ്സിക്കുട്ടൻ, നമ്മുടെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മേഴ്സിക്കുട്ടൻ ആൾ ഒളിമ്പിക്സിന് പോയിട്ട് വന്ന് നിൽക്കുന്ന സമയമാണ്. അവൾ ട്രിവാൻഡ്രത്ത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു മേഴ്സി നീ ഒരു ദിവസം ഇടവാരം വരണം, വന്നിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന്. ആ സാറേ ഞാൻ വരാമെന്ന് പറഞ്ഞു. അവളുടെ ഹസ്ബൻഡ് മുരളി എൻ്റെ ട്രെയിനിങ് ആയിരുന്നു, പാലക്കാട് മുരളി എൻ്റെ ട്രെയിനിങ് ആയിരുന്നു. അവർ രണ്ടും കൂടെ വണ്ടിയിൽ ഇവിടെ ഇടവാല് വന്ന് സ്വപ്ന തിയേറ്റർ ഫ്രീ ആയിട്ട് വിട്ടുതന്ന് ആ സ്വപ്ന തിയേറ്ററിനകത്ത് വെച്ചാണ് ആ ഫംഗ്ഷൻ നടത്തിയത്. ഈ 50,000 രൂപയുടെ ചെക്ക് കൈമാറുന്നു. അതിനുശേഷം അവർ വീണ്ടും തന്ന് പിന്നെ അങ്ങനെ പലരും പിന്നെ ദുബായിൽ കളക്ട് ചെയ്ത പൈസ മാത്രം നമുക്ക് കിട്ടിയിട്ടില്ല, ബാക്കിയെല്ലാം കിട്ടി. നമ്മൾ ആകെപ്പാടെ അന്ന് കളക്ട് ചെയ്ത ഈ വന്ന പൈസ എല്ലാം കൂടെ കിട്ടിയ 1,73,000 രൂപയാണ് അന്ന് നമുക്ക് കളക്ട് ചെയ്ത് കിട്ടിയത്. പക്ഷേ ആ പൈസ നമുക്ക് തറ വില എന്ന് പറയുന്ന ഈ സ്റ്റേഡിയം നിൽക്കുന്ന സ്ഥലത്ത് അന്ന് ഞങ്ങളുടെ 325 രൂപ വെച്ചാണ് ഒരു സെൻറ്റിന് വാങ്ങുന്നത്. അത് പിന്നീടായപ്പോഴത് 500 രൂപയായി. 500 രൂപയ്ക്ക് ഞങ്ങൾ വാങ്ങി എടുത്ത് എല്ലാം കൂടെ നോക്കിയപ്പോഴത്തേക്ക് 210 മീറ്റർ നീളവും 105 മീറ്റർ വീതിക്കും തറയെടുത്ത് അപ്പോൾ 400 മീറ്റർ ട്രാക്ക് അതിനകത്ത് നിൽക്കുമെന്ന് മനസ്സിലായി. പിന്നെ ഇത് ഞങ്ങളെ കൊണ്ട് ഡെവലപ്പ് ചെയ്യാൻ കഴിയില്ലെന്ന് കണ്ടപ്പോൾ സ്പോർട്സ് കൗൺസിൽ പഞ്ചായത്തിന് കൊടുക്കുകയും പഞ്ചായത്ത് ഒരു 10 വർഷമായിട്ട് രക്ഷയില്ല, അവരെ കൊണ്ട് അതിനുള്ള ഫണ്ടില്ല എന്ന് പറയും. അത് നിർബന്ധിച്ച് സ്പോർട്സ് കൗൺസിലിന് കൊടുത്ത് അന്നത്തെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മോഹനേന്ദ്ര സാറ് വളരെ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് അത് ഞങ്ങൾ നോക്കിയിട്ട് സ്ഥലം നോക്കിയിട്ട് എടുക്കാമെന്ന് പറയും. അവർ അന്ന് മാവോജി IAS ആണ് സ്പോർട്സ് കൗൺസിൽ സെക്രട്ടറി. അദ്ദേഹവും ഇവരും കൂടെ എല്ലാം കൂടെ വന്ന് സ്ഥലം കണ്ടപ്പോൾ നമ്മുടെ ട്രിവാൻഡ്രത്ത് സെൻട്രൽ സ്റ്റേഡിയം പോലെ കിടക്കുകയാണ്. നല്ല പച്ച കളറിൽ പുല്ല് പിടിച്ച് നിൽക്കുന്ന നല്ല നമുക്ക് എല്ലാം നമ്മുടെ പേരിലായതിനു ശേഷം അതിൻ്റെ വരമ്പുകളെല്ലാം തട്ടിക്കളഞ്ഞ് അത് റോഡിലിട്ട് ലെവൽ ചെയ്ത് എല്ലാം ചെയ്ത് ഞങ്ങളുടെ മഴയൊക്കെ ചെയ്ത് നല്ല പച്ച പിടിച്ച് നല്ല ഇത് തന്നെ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ കാട്ടി ഗംഭീരമാണല്ലോ, ഇത് എങ്ങനെ കിട്ടിയെന്ന് ചോദിച്ചു. ഇന്ന് ആ സ്ഥലത്തിന് 1.5-2 ലക്ഷം രൂപയാണ് സെൻറ്റിൻ്റെ വില, ഇന്നത്തെ വില. നമുക്ക് തുച്ഛമായ നാട്ടുകാർ അതിൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിയുണ്ട്, പിന്നെ പാച്ചമ്പിള്ള എന്നാണ് നമ്മൾ പറയും, കാണി പാച്ചമ്പിള്ള എന്നാണ് പറയുന്ന അദ്ദേഹം. നമ്മളെ ജനാർദ്ദൻ സാറിൻ്റെയൊക്കെ അച്ഛൻ, വിദ്വാൻ ജനാർദ്ദൻ സാറിൻ്റെ അച്ഛൻ, അദ്ദേഹം ആണ് ആ തറയുടെ ആദ്യ ഭാഗം മേടിച്ചു തരുന്നത്. ആ മേടിച്ചു തരുന്നത് മണി എന്ന് പറയും, കലിങ്കിൽ മണി എന്ന് പറയും. ഇപ്പോൾ പലവരാണ് അയാൾ താമസിക്കുന്നത്. പുള്ളി അയാളുടെ ദുബൈയിലെ സ്വാധീനം കൊണ്ട് അവിടെ നിന്ന് കുറേ കൂട്ടുകാരിൽ നിന്ന് പൈസയും കളക്ട് ചെയ്യുന്നത് അദ്ദേഹമാണ് ആദ്യം വസ്തു ഒരു 30 സെൻറ്റോളം വാങ്ങി തരുന്നത്. പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഈ പിരിവ് വന്ന അനുസരിച്ച് വാങ്ങി ആരൊക്കെ നമ്മളെ 10 പൈസ നമ്മളെ കാശായിട്ട് കൊടുത്തിട്ടില്ല. ഈ വസ്തു തരാമെന്ന് പറയുന്ന ആൾ വസ്തു എഴുതി തരുന്നതിൻ്റെ അന്ന് ഒരു ചെക്ക് കൊടുക്കും, അവർ പോയി പൈസ എടുത്തു തുടങ്ങാം. അതായിരുന്നു ഞങ്ങളുടെ രീതി. അതുകൊണ്ട് ഞങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിലും പൈസ കൈകൊണ്ട് തൊട്ടിട്ടില്ല. അന്നത്തെ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് മോഹനേന്ദ്ര സാറ് മാവോജി സാറും കൂടെ ഇടവാൽ വന്നപ്പോഴത്തേക്ക് എൻ്റെ നിർബന്ധപ്രകാരം ഞാൻ പറയും സാർ ഇത് മാത്രമല്ല ഞങ്ങൾക്ക് ഇടവാൽ വേറെയൊക്കെ ഗ്രൗണ്ടുകളുണ്ട്, അതുകൂടെ ഒന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് അവർ ആ കാറിൽ കൂടെ ഞാനും കൂടെ കയറി. അന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അപ്പു സാറായിരുന്നു. അപ്പു സാറിന് ഇതിൽ വലിയ താല്പര്യമുള്ള, അപ്പു സാറും പഴയ ഒരു ഓട്ടക്കാരനായിരുന്നു സ്കൂൾ ലൈഫിൽ. അദ്ദേഹവും വളരെ ഇൻട്രസ്റ്റോട് കൂടി എന്ന് പറഞ്ഞ് നമുക്ക് ഇതെല്ലാം കാണിക്കണമെന്ന് പറയും. കൊണ്ടുവന്ന് ആദ്യം ഞങ്ങൾ കാണുന്ന സ്പോർട്ടിംഗ് സ്റ്റാറിൻ്റെ സ്വന്തം ഗ്രൗണ്ട്, ഞാൻ പറയും ഇതൊരു ക്ലബിൻ്റെ സ്വന്തം ഗ്രൗണ്ടാണ്, സ്പോർട്ടിംഗ് സ്റ്റാറിൻ്റെ ഗ്രൗണ്ട് കാണിച്ച്, അത് കഴിഞ്ഞ് ചെറിയേറ്റ് ഫുട്ബോൾ അസോസിയേഷൻ്റെ ഗ്രൗണ്ട് കൊണ്ടുവന്ന് കാണിച്ച്,
അത് ഇതൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇതെല്ലാം ഓരോ ക്ലബിൻ്റെ സ്വന്തം ഗ്രൗണ്ടാണ്. പക്ഷേക്ക് സ്വന്തം ഗ്രൗണ്ടാണ്. നമുക്ക് മൊത്തത്തിൽ എല്ലാവർക്കും കൂടി ഒരു ഗ്രൗണ്ട് വേണമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഗ്രൗണ്ട് തുടങ്ങുന്നത്. അത് വിജയിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ കാപ്പിൽ ക്ഷേത്രത്തിൽ കുളം കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞ്, സാർ ഈ കുളം ഡെവലപ്പ് ചെയ്തെടുത്താൽ നമുക്ക് സ്വിമ്മിങ്ങിനും കൂടെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, ഞാനെന്താ കുഴപ്പം, നമുക്ക് അവർ ക്ഷേത്ര കമ്മിറ്റി വിട്ടുതരാണ്. അന്ന് ബാബു സാറായിരുന്നു നമ്മുടെ പഴയ കേരള യൂണിവേഴ്സിറ്റിയിലെ VC ബാബു സാറാണ് ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ്. അദ്ദേഹം ഞങ്ങളോട്ട് വളരെ അടുപ്പമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ്, നിങ്ങൾക്ക് ഏത് ക്ഷേത്രങ്ങളും വേണമെങ്കിലും അവരുടെ ആ ലോക്കൽ കമ്മിറ്റിയുടെ എതിർപ്പില്ലെങ്കിൽ അത് സ്വിമ്മിങ്ങിന് പ്രാക്ടീസ് ചെയ്തോ, അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ വന്ന് കാപ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ക്ഷേത്രത്തിൻ്റെ സെക്രട്ടറി ബാബു എന്ന് പറയും, എൻ്റെ ഫ്രണ്ട് തന്നെയാണ്. ബാബു ചോദിച്ചു, അത് പിന്നെ സ്പോർട്സ് കൗൺസിൽ അങ്ങനെ ഒരു സൗകര്യം കൊടുത്തു കഴിഞ്ഞാൽ അത് കുളം മുഴുക്കാനല്ല, കുളത്തിൻ്റെ പകുതി ഭാഗം നിങ്ങളുടെ ക്ഷേത്ര ആവശ്യത്തിന് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ, കുളിക്കാനല്ലാതെ പകുതിക്ക് അപ്പുറം മറു സൈഡ് ഞങ്ങളത് ഡെവലപ്പ് ചെയ്ത് ട്രാക്ക് പോലെ ആക്കി ഞങ്ങൾ സ്വിമ്മിങ് പ്രാക്ടീസ് ചെയ്യാൻ അതിൻ്റെ കുളം ഡെവലപ്പ് ചെയ്തെടുക്കാം. കുളത്തിൻ്റെ അവിടെ ഡ്രസ്സിംഗ് റൂം ഉണ്ടാക്കും, അത് കഴിഞ്ഞിട്ട് ഫ്ലഡ് ലൈറ്റ് ഉണ്ടാക്കും, ബെഞ്ചും ഇതൊക്കെ ആയിട്ട് സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്രയും ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ഗവൺമെൻറ്റിലുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ അന്ന് എതിർത്ത ബാബു എന്ന് പറയും എൻ്റെ ഫ്രണ്ട് തന്നെ, അന്ന് അവിടുത്തെ ക്ഷേത്രം സെക്രട്ടറി ആയിരുന്നു. ഇപ്പോഴും പുള്ളിയാണോ എന്ന് അറിയാൻ വയ്യ സെക്രട്ടറി. ഇന്നലെ ആ ക്ഷേത്രത്തിൽ പോയിരുന്ന കാലത്ത് പോയി തൊഴുത്, ഞാൻ എൻ്റെ വൈഫും കൂടെ പോയി തൊഴുത്. അപ്പോൾ ഈ കുളം കാണുമ്പോഴെല്ലാം എൻ്റെ മനസ്സിനകത്ത് ഇത് കിടക്കുകയാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ്, അത് അന്യ ജാതിക്കാർ വന്ന് ഇറങ്ങൂലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അപ്പം ചൂണ്ടിക്കാണിച്ച ഇപ്പം ഒരു ഭിക്ഷക്കാരൻ അവിടെ നിന്ന് കുളിക്കുക, അയാൾ ഏത് ജാതിയാണെന്ന് ബാബു തിരക്കാന്ന് ചോദിച്ചു. നിങ്ങൾ എന്താ പറയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ മാവോയിസ്റ്റ് സാർ പറഞ്ഞു, ശാന്തൻ ഇത്രയും ധൈര്യത്തിൽ നിനക്കേ പറയാൻ കഴിയുള്ളൂ, വേറെ ആർക്കും പറയും. ഞാൻ പറഞ്ഞു, ഞങ്ങൾ ബാബു ഞങ്ങൾ സ്വന്തക്കാരും ഒക്കെയാണ്. ഞാനും ഒരു ക്ഷേത്രത്തിൻ്റെ ഇടവ പാലക്കാവ് ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, സെക്രട്ടറി ആയിരുന്നു. ഞങ്ങൾ ഔദ്യോഗികാനത്ത് ഇരുന്നിട്ടുള്ളതാണ്. അവിടെ ഞങ്ങൾ എല്ലാ മതക്കാരെയും അതിനകത്ത് കയറ്റുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ കയറണ്ടെന്ന് പറയില്ല. നമ്മുടെയൊക്കെ കുടുംബക്ഷേത്രമാണ്. അതെ, ഇടവാക്കാട് കുടുംബക്ഷേത്രമുണ്ട്, പാലക്കാവ് ക്ഷേത്രം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അന്ന് ആ ബാബു അങ്ങനെ പറഞ്ഞില്ല. ബാബു പറയേണ്ടിയിരുന്നു അതല്ലായിരുന്നു. നമ്മളെ കമ്മിറ്റിയിൽ വെച്ച് പാസ്സാക്കിയിട്ട് നമ്മൾ പറയാമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പറഞ്ഞാൽ അതങ്ങനെയല്ല, അന്യ ജാതിക്കാരെന്ന അവിടെ ഈ വെക്കേഷൻ ടൈമിനെ കൊച്ചുപൊട്ടൽ എല്ലാ ജാതിക്കാരും മതസ്ഥരും അവിടെ ഇറങ്ങി കുളിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കുളമാണത്. ശരിക്കും ഏറ്റവും അധികം വിഷമമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ നാട് പ്രത്യേകിച്ച് വർക്കല പ്രദേശം എന്ന് പറയുന്നത് നമുക്കൊരു തീരദേശ മേഖലയാണ്. ഒരു കായിക താരത്തിന് വളർന്നു വരാൻ കഴിയുന്ന എല്ലാ ഭൗതിക സാഹചര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. വളരെ വർഷങ്ങൾക്ക് മുൻപ് പിരപ്പങ്കോട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന്റെ വേദിയിൽ ഞാനവിടെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി പോയി, ഉത്സവ പ്രോഗ്രാം. ആയിരക്കണക്കിന് ആളുകൾ അവിടെ ചെല്ലുമ്പോൾ ഞാൻ കണ്ട 2-3 കാര്യങ്ങൾ. ഒന്ന് ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പോലും സ്പോർട്സുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് പറയാതിരിക്കാൻ കഴിയില്ല. ഒരുപാട് വേദികളിൽ പറഞ്ഞിട്ടുള്ളതാണ്. 2 പയ്യന്മാർ കുറച്ച് കല്ലുകൾ ഇങ്ങനെ എടുത്തിട്ട് ചരലിങ്ങനെ വാരി ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നല്ല പ്രായമുള്ള ഒരാളെന്ന് ഒരു തലയ്ക്കൊരു തട്ട്, ഒരു സ്നേഹത്തിൽ പൊതിഞ്ഞ ഒരു തെറി വിളിച്ചിട്ട്, കാരണന്മാർ കുഴിച്ച കുളം കല്ലുവാരിട്ട് നികത്താതെ അഴുക്ക് വല്ലതുണ്ടെങ്കിൽ പറക്കി മാറ്റട എന്ന രീതിയിൽ അവനെ വഴക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. ശരിക്കും കണ്ണീര് കൊടുത്ത വെള്ളമാണ്. ആ നാട്ടുകാർ ആ കുളത്തിനോട് കൊടുക്കുന്ന അവിടെ വൈകാരികമായ ബന്ധമാണ്. അതായത് ചരലുവാരി ഇങ്ങനെ വെള്ളത്തിലേക്ക് എറിയുന്ന ആ ഒരു രീതി വരെ നിരുത്സാഹപ്പെടുത്തുന്ന അവരുടെ ഒരു രീതി. പിന്നെ കണ്ടത് കുറെ കഴിഞ്ഞു, കാരണം ഈ അവിടുത്തെ സ്റ്റേജ് ഓഡിറ്റോറിയമാണ്, കർട്ടൻ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ കാറ്റ് കയറത്തില്ല. അതുകൊണ്ട് ശ്വാസം കിട്ടാൻ വേണ്ടി ഓടി കുളത്തിന്റെ സൈഡിൽ പോയിരിക്കും. അപ്പോൾ അവിടെ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു കൊച്ചിനെയും കൊണ്ട്, ഒരു 6-7 വയസ്സ് വരുന്ന ഒരു കൊച്ചിനെയും കൊണ്ട് അച്ഛൻ അങ്ങനെ വന്നിട്ട് കൊച്ചിന്റെ കക്ഷത്തൂടെ ഇങ്ങനെ കൈ ഇട്ടിട്ട് കാല് മാത്രം വെള്ളത്തിൽ അടിച്ചു കളിക്കും. പിന്നെ അരവരെ ഇതാക്കും, ഷോൾഡർ പൊക്കും, പിന്നെ പൊക്കിയിട്ട് അങ്ങ് വിടും. കുട്ടി താഴെ പോയ ഉടനെ കൂടെ പിടിക്കും. ഇതൊരു കളിയായി. ഇപ്പൊ ഞാനിത് എന്താ പരിപാടി ചോദിക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ഗൾഫിലായിരുന്നു, വന്നിട്ട് 4 ദിവസമായി. 3 ദിവസം കൊണ്ട് എന്റെ മകളെയും കൊണ്ട് ഞാൻ ഈ കുളത്തിലുണ്ട്. നിങ്ങളൊരു 10 ദിവസം കഴിഞ്ഞു വാ, എന്റെ മകള് 10 അടിയെങ്കിലും നീന്തി പോകുന്നത് ഞാൻ നില ചവിട്ടി നീന്തി പോകുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് സ്വന്തമായിട്ട് കായലുണ്ട്, ഈ പറഞ്ഞ കാപ്പി ക്ഷേത്രക്കുളം, വക്ര ക്ഷേത്രക്കുളം, ഒരുപാട് കുളങ്ങൾ നമ്മുടെ പരിസരത്തൊക്കെ ഉണ്ട്. കടലുണ്ട്, കടലിലേക്ക് നമ്മൾ പോകണ്ട. നമ്മുടെ കൂട്ടത്തിൽ ഈ തലമുറയിൽ എത്ര പേർക്ക് നീന്തലറിയാം? ഓടിത്തളിയാൻ മണലുണ്ട്, ഹില്ലുണ്ട്, കുന്നും മണലും പ്രകൃതി എല്ലാം അനുഗ്രഹിച്ച ഒരു സ്ഥലമാണ്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മുടെ കായിക പാരമ്പര്യം എന്ന് പറയുന്നത് ചില ഇടങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു, അല്ലെങ്കിൽ അതിലേക്കുള്ള വഴികൾ തുറന്നു കൊടുക്കുന്നില്ല. അതിനൂടെ ഒരു ചിന്ത തുറക്കുന്നതാകട്ടെ ഈ ഒരു വീഡിയോ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. കാരണം ഇതുപോലുള്ള വ്യക്തികളെ
ക്രിയാത്മകമായി ഉപയോഗിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് സ്വയം വിമർശനമായി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പക്ഷെ ഞാൻ വർക്ക് ചെയ്ത സ്കൂളിൽ ഞാൻ അവിടുത്തെ ഒരു ഗ്രൗണ്ടിന്റെയും സ്റ്റേഡിയത്തിന്റെയും ഒക്കെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടി അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോവുകയും പല പ്രാവശ്യം വന്ന് അതിന്റെ മാർഗനിർദ്ദേശം ഒക്കെ തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഭാവിയിൽ നടന്നു വരും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ പുതിയ പുതിയ കായിക താരങ്ങളെ വാർത്തെടുക്കുവാൻ നമുക്ക് സാധിക്കണം. ഇപ്പോൾ അതിനുള്ള ഒരു ഭൗതിക സാഹചര്യം അദ്ദേഹം തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഇരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഷോപ്പിലാണ്. വർക്കല മൈതാനത്ത് നിന്ന് ടെമ്പിൾ റോഡ് പോകുമ്പോഴത്തേക്കും ലെഫ്റ്റ് സൈഡിൽ UD ഓഡിറ്റോറിയം ഉണ്ട്. UD ഓഡിറ്റോറിയത്തിലേക്ക് കയറുന്ന വഴിയിൽ പോസ്റ്റ് ഓഫീസ് ഉണ്ട്. പോസ്റ്റ് ഓഫീസിന്റെ നേരെ മുകളിൽ പലസ്ട്ര എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സ്പോർട്സ് ഷോപ്പ് അദ്ദേഹത്തിനുണ്ട്. ശരിക്കും അതൊരു സ്പോർട്സ് ഐറ്റംസിന്റെ ഹബ്ബ് എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന്റെ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് കൊണ്ട്, അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ കൊണ്ട് കമ്പനികളിൽ നിന്ന് ഡയറക്റ്റ് സാധനം എടുത്തിട്ട് MRPയേക്കാൾ കുറഞ്ഞ വിലയിൽ, ഓൺലൈനേക്കാൾ കുറഞ്ഞ വിലയിൽ ഇവിടെ വന്ന് സാധനം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ആളുകളുണ്ട്. അദ്ദേഹം കൊടുക്കുന്നത് ഇവിടെ വന്നവർക്കറിയാം. അറിയാത്തവർ വന്ന് മനസ്സിലാക്കാനേ ഞാൻ പറയൂ. ഒരിക്കലും ഞാൻ ഒന്നുകൂടി പറയുന്നത്, ഇതൊരിക്കലും ഒരു പെയ്ഡ് വീഡിയോ അല്ല, ഒരു പ്രൊമോഷൻ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം എന്ന് പറയുന്നത് അറിയാത്തവർ അറിയണം എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഞാനിവിടെ വന്ന് ഞങ്ങൾ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു വിദേശ ലേഡി, ഒരു ഫോറിനർ വന്നിട്ട് അവര് ടെന്നീസ് റാക്കറ്റിന്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു. അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത്, അവര് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴും ഇവിടെ നിന്ന് കുറെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോയത്. ക്വാളിറ്റി സാധനം MRPയേക്കാൾ സാധാരണ ഫോർണേഴ്സിനെ കാണുമ്പോൾ അവർ തന്നെ പറയുന്നത് റേറ്റ് കൂടുതലാണ്. പക്ഷെ ഇവിടെ ആർക്കും ഫോറിനർ ആയാലും സാധാരണക്കാരായാലും ഒരേ റേറ്റ് ആണ്. അല്ലല്ല, അതിന്റെ MRP അവർ വാങ്ങിയ സാധനത്തിന്റെ MRP എന്ന് പറഞ്ഞാൽ 340 നമ്മൾ കൊടുക്കുന്നത് 180 അതായത് ഓൾമോസ്റ്റ് പകുതിയോളം റേറ്റ് കുറവ്. അതാണ് അവരെൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോ അത്തരത്തിൽ ഒരുപാട് പേര്. മാത്രമല്ല, ഞാനൊരിക്കൽ എറണാകുളത്ത് ഒരു പ്രോഗ്രാമിൽ നിൽക്കുന്ന സമയത്ത് ഞാൻ അവിടെ ടീമുകളായിട്ടൊക്കെ ഇങ്ങനെ ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞ് ഞാൻ ബാക്ക് സൈഡിൽ റെസ്റ്റ് ചെയ്യുമ്പോൾ ടിക്കറ്റ് പ്രോഗ്രാമായിരുന്നു. തൊട്ടപ്പുറത്ത് പയ്യന്മാർ ഇതേപോലെ ബാലൻസ് പൈസ എടുത്തിട്ട് സ്പോർട്സ് ഐറ്റംസ് വാങ്ങുന്നതിനെ പറ്റി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു സ്ഥാപനമുണ്ട്, ഒന്ന് അവിടെ പോകാൻ പറഞ്ഞു. അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ നിൽക്കുന്ന എറണാകുളത്താണ്. എൻ്റെ അടുത്ത് പറഞ്ഞ വാക്കിതാണ്, ഇവിടെ കിട്ടാത്ത സാധനമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് വലിയ ചെലവ് വരത്തില്ല, ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട 2-3 പേര് ട്രെയിനിൽ കയറി വർക്കിൽ ഇറങ്ങിയിട്ട് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. ശരിക്കും അവരെന്നെ പിന്നെ വിളിച്ചു പറഞ്ഞത് അവരിവിടുത്തെ സ്ഥിര കസ്റ്റമറായി എന്നുള്ളതാണ്. അപ്പോ തിരുവനന്തപുരത്തൊന്നും കൊല്ലത്തൊന്നും അല്ല. കാരണം ഒന്ന്, അദ്ദേഹത്തിന് ഈ ഐറ്റംസിനെ പറ്റി നല്ല ധാരണയുണ്ട്. 2, ഡയറക്റ്റ് സാധനം എടുക്കുന്നത് കൊണ്ട്, ഇടനിലക്കാരെ ഒഴിവാക്കിക്കൊണ്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ MRP മാക്സിമം റീറ്റെയിൽ പ്രൈസ് ആണ്. അത് മാക്സിമം ആണ്. അദ്ദേഹം അത് മിനിമത്തിൽ താഴെ നിർത്തിക്കൊണ്ട് ഒരു ചെറിയ ലാഭം എടുത്തുകൊണ്ട് ആ ഐറ്റംസ് കൊടുക്കുകയാണ്. നമുക്ക് അതിനെപ്പറ്റി ഒന്ന് ചോദിക്കാം. എന്തൊക്കെയാണ് നമുക്കിവിടെ നോർമലി ഉള്ള ഐറ്റംസ്? ഫുട്ബോളിന്റെ എല്ലാ ബൂട്ടും ഷോർട്സും അവരുടെ ജേഴ്സിയും അവരുടെ ഡ്രസ്സും എല്ലാം ഉണ്ട്. അതുപോലെ വോളിബോളിനെ പറ്റി, ക്രിക്കറ്റിന്റെ എന്ന് പറയുമ്പോഴത്തേക്ക് SGയുടെ ഡീലർഷിപ്പ് കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. SG കമ്പനി, അത് ഞാനും ഒളിമ്പ്യൻ സുരേഷ് ബാബും കൂടെയാണ് ആ SGയിൽ തുടക്ക സമയത്ത് ഞങ്ങൾ ഇവിടെ ചെല്ലുമ്പോഴത്തേക്ക് അവർ കമ്പനിയുടെ അകത്തോട്ടുള്ള ഗേറ്റിന് പുറത്ത് ഞങ്ങളെ നിർത്തിയാൽ അകത്തോട്ട് വിട്ടില്ല. ഉടനെ ബാബു ചോദിച്ചിട്ട്, നമ്മൾ പുറത്ത് നിന്നിട്ട് എന്താ കാര്യം, അകത്ത് എന്തെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ എന്നാണ്. ഞാൻ പറഞ്ഞത്, ഗുരുനാനാക്ക് ദേവ് യൂണിവേഴ്സിറ്റിയുടെ കോച്ച് എൻ്റെ ഫ്രണ്ടാണ്, ഞങ്ങൾ ഒത്തു പഠിച്ചവരാണ്, അവന് സന്തുവിനെ ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞു. സന്തുവിനെ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് ശശാൻ എവിടെ നിൽക്കുന്നു? ഞാൻ പറഞ്ഞു, ഞാനും ബാബുവും കൂടെ ആ ഗേറ്റിൽ നിൽക്കുകയാണ്, ഞങ്ങൾ അകത്തോട്ട് പെർമിഷൻ ഇല്ലെന്ന്. 2 മിനിറ്റ് എന്ന് പറഞ്ഞു. അയാൾ ഉടൻ തന്നെ ഇതിൻ്റെ MDയെ വിളിച്ച് പറഞ്ഞ്, ആ ഗേറ്റിൽ 2 പേര് വന്നിട്ടുണ്ട്, നിങ്ങൾ അറിഞ്ഞിട്ടില്ല, അവിടെ ഗേറ്റ് കീപ്പർ അകത്തോട്ട് വിടുന്നില്ല, ഇന്ന ആളുകളാണെന്ന് പറഞ്ഞു. ഉടൻ അയാളുടെ മകൻ കാറും എടുത്തിട്ട് ഞങ്ങൾ നേരെ ഗേറ്റിൽ വന്ന്, ആ കാറും എടുത്ത് വരിക എന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട് 600 ഏക്കറാണ് SGയുടെ, നമ്മളൊരു എയറോഡ്രോമിന്റെ ഏരിയ അത്രയും അവർ വളച്ച് കെട്ടി മതിൽ കെട്ടിയിട്ടേക്കണം. അതിനകത്താണ് ഈ ഫാക്ടറി എടുക്കുന്നത്. പിന്നെ ഞങ്ങളുടെ വന്ന് കൽക്കത്തോട്ട് ഒഴിഞ്ഞ് മാപ്പൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുപോയി അതുകൊണ്ടുപോയി അത് MDയുടെ അടുത്ത് ചെന്ന് ഞങ്ങൾ കാഫിയും അവരെ ബദാമൊക്കെ തന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ബാബു പറഞ്ഞു, ഇതെൻ്റെ ഫ്രണ്ടാണ്, പുള്ളി ഒരു പെൻഷനാവാൻ പോകുന്നു, പെൻഷനായ ഉടനെ ഒരു സ്പോർട്സ് ഷോപ്പ് ഇടണം, അതിൽ SGയുടെ സാധനം കൂടെ വേണമെന്ന് പറഞ്ഞു. അയാൾ സ്വപ്പം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞ്, SGയുടെ ഡീലർഷിപ്പ് കിട്ടാൻ നിങ്ങൾ ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിന് കൊടുത്തിട്ടുണ്ടല്ലോ, ആ ഡിസ്ട്രിക്റ്റിനാണ് ഒന്ന് കൊടുക്കുന്നത്, അല്ല ഞങ്ങൾ എങ്ങനെ എല്ലായിടത്തും കൊടുക്കില്ല, ഡിസ്ട്രിക്റ്റിന് ഒന്നേ കൊടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് SGയുടെ ചരിത്രം അറിയാമോ എന്ന് ചോദിച്ചിട്ടാണ് പറഞ്ഞ്, SG സ്റ്റാർട്ട് ചെയ്തിട്ട് 50 വർഷം ഇന്ത്യയുടെ അകത്ത് സാധനം കൊടുത്തിട്ടില്ല.
ഇന്ത്യയുടെ അകത്തുള്ള ഒരു ഫാക്ടറി 1982 സുനിൽ ഗവാസ്കറിന്റെ റിക്വസ്റ്റ് അനുസരിച്ച്, അന്ന് വേൾഡ് ചാമ്പ്യനായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് സുനിൽ ഗവാസ്കറിന്റെ റിക്വസ്റ്റ് അനുസരിച്ചാണ് ഇന്ത്യയുടെ അകത്ത് സാധനം കൊടുക്കുന്നത്. അതും ഞങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ 30% മാത്രമേ ഇന്ത്യയുടെ അകത്ത് കൊടുക്കുന്നുള്ളൂ. അതാണ് ആ കമ്പനിയുടെ പ്രസ്റ്റേജ്. എന്നുവെച്ചാൽ അവർ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ സാധനം ഉണ്ടാക്കിയിട്ട് QC ചെക്കപ്പ് ചെയ്തിട്ട് ക്വാളിറ്റി ഇല്ലെങ്കിൽ ആ സാധനം ഫർണസിലിട്ട് കത്തിച്ചോളയും. ബാക്കി എല്ലാവരും സെക്കൻഡ്സ് എന്ന് പറഞ്ഞിട്ട് സാധനം ഇവിടെ പല വലിയ ബിസിനസ്സുകാരും ഇവിടുത്തെ അവരുടെ സെക്കൻഡ്സ് വാങ്ങിയിട്ട് ഫസ്റ്റ് ക്വാളിറ്റിയുടെ പൈസയും വാങ്ങിയാണ് വീട് കച്ചവടം ചെയ്യുന്നത്. ഡീലർഷിപ്പ് കിട്ടിയെന്നാണ് MD പറഞ്ഞ, നിങ്ങളിപ്പോ ഇതിനകത്ത് വന്ന രീതി. സന്ധു നക്ഷത്രൻ NS സന്ധു എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ്. അദ്ദേഹമാണ് വിളിച്ചു പറഞ്ഞാണ് ഞാൻ അറിയുന്നത് നിങ്ങളെ ഇവിടെ വന്നത്. ഇനി നിങ്ങൾ അതിൽ നിന്ന് മുകളിൽ ആള് എന്നെ വിളിച്ചെന്നിരിക്കും. നിങ്ങൾ വന്ന വ്യക്തികൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നിങ്ങൾ ഇത് ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, ഞാൻ ഫില്ല് ചെയ്തോളാം. അതായത് സാർ ഇവിടെ ഒരു ഒപ്പിടെന്ന് പറഞ്ഞു. ഡ്രാ ഇങ്ങനെ തുറന്നിട്ട് ഒരു ഫോം എടുത്ത് തന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഇന്നടുത്ത് സാർ ഒപ്പിട്, ബാക്കി ഞാൻ ഫില്ല് ചെയ്യാം. അവരുടെ ഇപ്പോഴത്തെ രീതി എന്ന് വെച്ചാൽ 10 ലക്ഷം രൂപയ്ക്ക് ഫസ്റ്റ് പർച്ചേസിങ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവന് മാത്രമേ അവരത് കൊടുക്കത്തുള്ളൂ. അത് അവരുടെ പ്രിൻസിപ്പിൾ അതാണ്. പലരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം സ്പോർട്സ് എല്ലാ ഐറ്റംസിലും ഉണ്ട്. അതുപോലെ സ്പോർട്സിൽ ഏറ്റവും കൂടുതലാണ്. കാരണം സ്പോർട്സ് നമ്മുടെ ഹെൽത്തിനെ കൂടെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൂടെ ആലോചിക്കണം. ഇപ്പൊ എടുക്കുന്നത് ക്വാളിറ്റി ഐറ്റംസ് എടുക്കുക. കാരണം ഞാനിത് കാണിച്ചു തരാം. കാരണം ഞാൻ ഇവിടുത്തെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. എനിക്കറിയുന്ന ഒരുപാട് പേരെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുമുണ്ട്. കാരണം ധൈര്യമായിട്ട് പറഞ്ഞു വിടാം. കാരണം MRPയിൽ കുറവ്, ഓൺലൈനിൽ കുറവ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, ഇതൊരു പെയ്ഡ് വീഡിയോയോ പെയ്ഡ് പ്രൊമോഷനോ അല്ല. ഞാൻ ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല, ഇങ്ങോട്ട് ചെയ്യത്തുമില്ല. അല്ല, ഞാനും ഒരു ബിസിനസ്സുകാരനല്ല. ഇപ്പോഴും വരുന്ന ആളുകൾക്ക് പറയും ഞാൻ ബിസിനസ്സുകാരനല്ല. ബിസിനസ് മാത്രമല്ല, ലാഭത്തിന് മാത്രമല്ല. ഞാൻ ഇപ്പോഴും പഴയ സ്പോർട്സുകാർക്ക് എന്തെങ്കിലും ലാഭം കിട്ടണം ആ ആഗ്രഹക്കാരനാണ് ഞാൻ. ആ പാഷൻ, അദ്ദേഹത്തിന്റെ പാഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ഷോപ്പൊക്കെ കാണിച്ചത്. കാരണം ഇതിന്റെ ആദ്യ കാലം മുതൽ, ശരിക്കും വർക്കല പാർക്കിന്റെ താഴെ അദ്ദേഹം ആദ്യം തുടങ്ങുന്ന സമയം മുതൽ ഞാൻ അദ്ദേഹത്തിന്റെ ഷോപ്പിൽ സ്ഥിരമായി വരുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞ് ബൂട്ടുകള്, ജേഴ്സികള്, അതുപോലെ തന്നെ ട്രാക്ക് സൂട്ട്, ഹാറ്റ്, ക്യാപ്പ്, ഗ്ലൗസ്, പാഡ്, A to Z ഐറ്റംസ്. ഞാൻ ഒന്നേ പറയുന്നുണ്ടോ, പറയുന്ന വാക്കിനൊന്നും വിശ്വസിക്കണ്ട. വന്ന് കാണുക, അനുഭവിക്കുക. നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ മാത്രം പർച്ചേസ് ചെയ്താൽ. കാരണം ബിസിനസിന് വേണ്ടിയല്ല അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് തിരിച്ചു വരാം. SDയുടെ കാര്യം അങ്ങനെയാണ് സെറ്റ് SD കിട്ടുന്നത്. പിന്നെ യോണക്സിന്റെ ഒക്കെ നമുക്ക് തുടക്കമേ കിട്ടിയിട്ടുണ്ട്. അത് മിക്കവാറും കമ്പനിയുടെ ആൾക്കാർക്ക് എന്നെ വ്യക്തിപരമായിട്ട് അറിയാവുന്നത് കൊണ്ട് സാറ് വേറെ പ്രോബ്ലം ഒന്നുമില്ല, സാറിന് തന്നേക്കാം. പിന്നെ ഞാൻ ചോദിക്കും, നമ്മളെ ഓർഡർ എടുക്കാൻ അവർ വരുമ്പം പർച്ചേസിങ് സമയത്ത് ഓർഡർ എടുക്കുമ്പോൾ ഞാൻ പറയും, ഇത് നിങ്ങളുടെ റേറ്റ് അല്ലേ? അതെ, ഇത് ഇന്ന റേറ്റിൽ നമുക്ക് തരും, ഇത് MRP ഇത്രയ്ക്ക് സാറിന് തരും എന്ന് പറയും. ബിസിനസ്സിൽ ഒരു രഹസ്യമാണ്, ഈ അഡ്വാൻസ് പേയ്മെന്റ് കൊടുക്കുമ്പോഴത്തേക്ക് എല്ലാ കമ്പനിക്കാരും അവർ തരുന്ന വിലയിൽ വീണ്ടും കുറയും. അപ്പോൾ ആദ്യം നമ്മൾ ലാഭമായിട്ട് കണ്ടാൽ നമുക്ക് വില കുറച്ച് കൊടുക്കാൻ കഴിയും പല സാധനവും. അപ്പോൾ അദ്ദേഹം ബിസിനസ്സുകാരൻ അല്ലാത്തത് കൊണ്ട്, സ്പോർട്സിനോടുള്ള അടങ്ങാത്ത ഇഷ്ടം കൊണ്ട് അദ്ദേഹം ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു 100 രൂപയുടെ സാധനം ഒരു 80 രൂപയ്ക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ, ഈ 100 രൂപയുടെ സാധനത്തിന് അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു 5% വീണ്ടും കുറയും. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? ഈ 5% ലാഭമായി എടുത്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന റേറ്റിന് 80 രൂപയ്ക്ക് തന്നെ കൊടുക്കും. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ദിവസം വന്ന്, കാരണം ഇന്നത്തെ ദിവസം ഫ്രീ ആണോ എന്ന് അറിയാൻ വേണ്ടി ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഒരു ഗൾഫുകാരൻ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അദ്ദേഹം വന്ന് ചോദിച്ചൊരു സാധനം ഞാനിവിടെ എന്റെ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. 19,595 രൂപയുടെ ഈ റാക്കറ്റ്. ഇത് അതിന്റെ ഗ്രിപ്പ്, ഇത് ഫുള്ള് വലിഞ്ഞ് എല്ലാം കൂടെ അന്ന് എത്രയ്ക്കാണ് കൊടുത്തത്? 10,500 ഇത് കൊടുത്തത്. അപ്പോ കക്ഷി ഇവിടെ വന്നിട്ട് ഇത് വാങ്ങിച്ചിട്ട് അപ്പൊ തന്നെ ഇതിന്റെ ഫോട്ടോ ഒക്കെ എടുത്ത്, ബില്ലിന്റെ ഫോട്ടോ എടുത്ത് പുള്ളി ഗൾഫിൽ വാട്സപ്പ് ചെയ്തു. അപ്പം അവരുമായിട്ട് വീഡിയോ കോൾ ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ സാക്ഷിയാണ്. അവിടെ ഇതിന്റെ റേറ്റ് 19,595 രൂപ. പിന്നെ ഏതാണ്ട് അവിടെ 1000 രൂപ കണ്ട അതിന്റെ റേറ്റ് ഉണ്ട് ഇത് വരിയുന്നതിന്. 1,400 രൂപ. 1,400 രൂപ ഇതിന്റെ ഗട്സ് വരിയുന്നതിന്. പിന്നെ ഗ്രിപ്പ്. അപ്പൊ എല്ലാം കൂടെ എങ്ങനെ പോയി കഴിഞ്ഞാലും അത്യാവശ്യം നല്ല റേറ്റ് ആവും. ഇവിടെ 10,500 കിട്ടുന്നത്. അപ്പോ സുഹൃത്തുക്കള് പറയുന്നു, വരുമ്പോ എനിക്കൊരെണ്ണം വേണം, പൈസ ഞാൻ അയച്ചു തരാം. അങ്ങനെ 6 എണ്ണം ആ വ്യക്തി ഇവിടെ നിന്ന് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ കയ്യിൽ 2 ബാറ്ററി ഉണ്ട്. അതിന്റെ ഒന്ന് പറയാമോ? ഓൾട്രിക് ലൈറ്റ്.
യോണക്സിന്റെ ഓൾട്രിക് ലൈറ്റ്. യോണക്സിന്റെ ഓൾട്രിക് ലൈറ്റ് എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. അത് വരുന്നത് ഇങ്ങനെയാണ്, കണ്ടല്ലോ, ഒന്നുമില്ല. ഇത് കട്സ് വരിഞ്ഞ് വെച്ചേക്കുന്നുണ്ട്. ഇത് ഗട്സ് വരിഞ്ഞ് ഇതിന്റെ അല്ല, ഇത് 3090. 3090 രൂപ ഇതിന്റെ റേറ്റ്. ഇത് നമ്മൾ കട്സ് വരിഞ്ഞ് ഒരു ഗ്രിപ്പ് കൂടെ അഡീഷണൽ ഞങ്ങളുടെ വകയുടെ ഒരു ഗ്രിപ്പ് കൂടെ ഇട്ട് കൊടുക്കുന്നതിന് നമ്മൾ 2000 രൂപ. ഇല്ലെങ്കിൽ കട്സ് വരിയണ്ട എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 1500. എങ്ങനെയുണ്ട്? യോണക്സിൻ്റെതാണ്. ഓൺലൈനിൽ കയറി ആർക്കും ചെക്ക് ചെയ്യാം, എവിടെ നിന്നും നിങ്ങൾക്ക് നോക്കാം. അപ്പോ അങ്ങനെ ഒട്ടനവധി സാധനങ്ങളെല്ലാം ഇവിടെ എടുത്തു വെച്ചേക്കുന്നത് ലാഭത്തിന് വേണ്ടിയല്ല. അപ്പോ ലാഭം എടുക്കുന്നുണ്ട്, നമ്മുടെ ഈ കടവാടകയും ടാക്സും. ഞാൻ പറഞ്ഞ ലാഭം മുൻനിർത്തിയല്ല, എല്ലാ ബിസിനസ്സുകാരെയും പോലെ ലാഭം എന്നുള്ള ഒരു കൺസെപ്റ്റിൽ മാത്രമല്ല, അദ്ദേഹത്തിന്റെ പാഷനാണ് അദ്ദേഹം ഈ ഷോപ്പിൽ വന്ന് നിൽക്കുന്നത്. അപ്പോ ഇതാണ് ഇദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് ഷോപ്പ് കൂടി ഒന്ന് കണ്ടുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിന്റെ മകനുണ്ട്, ജ്യേഷ്ഠ സുഹൃത്താണ്. ഞങ്ങളൊക്കെ ഈ പറയുന്ന പോലെ എന്താണ്, ഒരു കുടുംബത്തിലെ അംഗങ്ങളായി തന്നെ ജീവിക്കുന്ന ആളുകളൊക്കെ തന്നെയാണ്. അംജിത്തിന്റെ പേര് കോളേജിലാണ്. അംജിത്ത് ചാത്തന്നൂർ കോളേജിലെ പ്രിൻസിപ്പളാണ്. ഇപ്പൊ ചാത്തന്നൂർ കോളേജിലെ പ്രിൻസിപ്പളാണ് അദ്ദേഹത്തിന്റെ മകൻ. അംജിത്ത് എന്നാണ് പേര്. ഇത് 44 വയസ്സില് പ്രിൻസിപ്പളായ ചരിത്രമാണ്. 44ാമത്തെ വയസ്സിൽ കോളേജ് പ്രിൻസിപ്പൽ. പ്ലസ് 2ാമത്തെ വർഷം, കഴിഞ്ഞ വർഷം പ്രിൻസിപ്പളായി, ഇപ്പൊ 2ാമത്തെ വർഷം. അപ്പോ ഒരു സ്പോർട്സ് അഡിക്റ്റഡ് ഫാമിലിയാണ് എന്ന് തന്നെ പറയാം. അത് മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പൊ തന്നെ ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പലരും വന്ന് പല ക്യാമ്പുകളും കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ, ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിലേക്ക് വേണ്ടി ഞങ്ങൾ അന്ന് ഗ്രൗണ്ട് പ്രിപ്പറേഷൻ ആദ്യം സ്കൂളിൽ കൊണ്ടുവന്നത് ഗ്രൗണ്ടിന്റെ കാര്യത്തിലാണ്. പിന്നെ സ്കേറ്റിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോൾ എനിക്കൊരു കോച്ചിനെ അദ്ദേഹം എനിക്ക് തന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ മേഖലയുമായി ബന്ധപ്പെട്ട പലരെയും അദ്ദേഹം പേഴ്സണലായിട്ട് വിളിച്ചു പറഞ്ഞ് ഒരു സ്പെഷ്യൽ റേറ്റിലൊക്കെ നമുക്ക് ഒന്നൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്റെ തൊട്ടടുത്തിരിക്കുന്ന ഈ ഒരു വ്യക്തിയെ സമൂഹത്തിന് മുന്നിലേക്ക് തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അറിയുന്നവർക്ക് അറിയാം, ശശാങ്കൻ സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം, അറിയുന്നവർക്ക് അറിയാം. പക്ഷേ നാട്ടുകാരിൽ പലർക്കും അദ്ദേഹം ആരാണെന്നും എന്താണെന്നും അറിയില്ല. ഇപ്പൊ തന്നെ ഒരു ധാരണ എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കാരണം ഞാൻ വീണ്ടും പറയുന്നു, അർഹിക്കുന്ന അംഗീകാരങ്ങൾ അല്ലെങ്കിൽ അർഹിക്കുന്ന പരിഗണന ലഭിക്കാതെ പോകുന്ന മഹത് വ്യക്തികളിൽ പ്രധാന സ്ഥാനത്തുള്ള ഒരു വ്യക്തി എന്ന് ഞാൻ പറയും. അത് പേഴ്സണലായിട്ടുള്ള ഒരു വാക്കാണ്. കാരണം ഏറ്റവും എന്റെ മനസ്സിലെ സങ്കടം എന്ന് പറയുന്നത്, അദ്ദേഹം പഠിപ്പിച്ച അദ്ദേഹത്തിന്റെ ശിഷ്യഗണങ്ങളിൽപ്പെട്ട ആൾക്കാരും സമകാലീനരിൽ പലരും ഈ ദ്രോണാചാര്യ അവാർഡുകൾ ഉൾപ്പെടെ വാങ്ങുമ്പോൾ അതിനൊക്കെ അപ്പുറം കഴിവും പ്രാപ്തിയുമുള്ള തൊട്ടതെല്ലാം പൊന്നാക്കിയ ഒരു വ്യക്തി അദ്ദേഹം ഇവിടെ ഇങ്ങനെ ഒരു എന്താണ് ഈ ഒരു ഷോപ്പിനകത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സിനകത്തൊരു വിഷമം തന്നെയാണ്. എന്തായാലും അർഹിക്കുന്ന അംഗീകാരങ്ങൾ അദ്ദേഹത്തിന് തേടി വരും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. അങ്ങനെ തന്നെ വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ ഒന്നുകൂടി ചോദിക്കട്ടെ, നമ്മുടെ നാട്ടിലെ ഈ യുവതലമുറയ്ക്ക് സ്പോർട്സിലേക്ക് അവർക്ക് എന്തെങ്കിലും ഒരു എന്താണ് കറക്റ്റ് ഗൈഡൻസ് കൊടുക്കുന്ന രീതിയിൽ ഒരു എന്താണ് ആ സ്പോർട്സുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു സംഭവം, ഞാൻ ഷോപ്പല്ല ഉദ്ദേശിക്കുന്നത്, ഒരു സ്പോർട്സ് അക്കാഡമി പോലെയോ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ് കോച്ചിങ് സെന്റർ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സാധനം ഒന്ന് ആലോചിച്ചൂടെ? ഉണ്ടായിരുന്നു. ഞാൻ സർവീസിലുള്ള സമയത്തൊക്കെ ഞാൻ നമ്മുടെ നാട്ടിലും ഫ്രീ ആയിട്ട് ക്യാമ്പുകൾ നടത്തിയിരുന്നത്. അതിൻ്റെതായ വില അവിടുത്തെ രക്ഷകർത്താക്കൾ തരുന്നില്ല. അതുകൊണ്ടാണ് മറ്റ് പല സുഹൃത്തുക്കളും പറഞ്ഞു, നിനക്കെന്താ വട്ടാണ് ഈ ഇങ്ങനെ ഓരോരുത്തർ വീട്ടിൽ പോയി പിള്ളേരെ വിളിച്ചിട്ട് വന്ന കോച്ചിങ് വിടുക, നീ പാലായിലോ കോട്ടയത്തോ അല്ലെങ്കിൽ മറ്റേ ഇടുക്കിയിലോ എവിടെയെങ്കിലും പോയി നിന്നാൽ നിന്റെ വില നിനക്കറിയാം, ഇവിടെ നമ്മുടെ നാട്ടിൽ നിനക്ക് വിലയില്ല, അതുകൊണ്ടാണ് നീ അതിനോട് പോകണ്ടെന്ന് പറയുന്നത്. മുല്ലയ്ക്ക് മണമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാനുണ്ട്, ഈ സാക്രിഫൈസിങ് ത്യാഗ മനോഭാവം ഉള്ളവന് മാത്രമേ സ്പോർട്സിൽ ഉയർന്നു വരാൻ കഴിയത്തുള്ളൂ. കുറുക്ക് വഴിയില്ല. നമ്മൾ നല്ലപോലെ അധ്വാനിച്ച് അതിൻ്റെ റിസൾട്ട് ഉണ്ടാക്കിയാൽ അത് സാക്രിഫൈസിങ് മൈൻഡ് എന്ന് പറയും. ആ മനസ്സുള്ളവൻ ഈ ഫീൽഡിലോട്ട് വന്നാൽ മതി. ഇല്ലാത്ത ഒരാൾക്ക് ഈ ഫീൽഡ് വന്നാൽ ഒരിക്കലും ചോദിക്കാൻ ആക്കില്ല. ഇത് പറയുമ്പോൾ ഒരു കാര്യം പറയാനുണ്ട്. എൻ്റെ ഒരു സുഹൃത്തുണ്ട് കണ്ണൂര് ഏഴിമലയുള്ള ചാൾസൺ, ഇപ്പൊ ഡോക്ടറേറ്റ് വാങ്ങിച്ചൊരു വ്യക്തിയാണ്, ഡോക്ടർ ചാൾസൺ ഏഴിമല. സർക്കാരിന്റെ മികച്ച ലൈഫ് ഗാർഡിനുള്ള പുരസ്കാരങ്ങൾ പലതവണ വാങ്ങിച്ചൊരു വ്യക്തിയാണ്. ഏറ്റവും മികച്ച ലൈഫ് ഗാർഡാണ്. അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ സ്വിമ്മിങ് മെത്തേഡ് ഉണ്ട്.
ചുരുക്കം മണിക്കൂറുകൾ കൊണ്ട് ദേഹത്ത് തൊടാതെ അദ്ദേഹം നീന്തൽ പഠിപ്പിക്കും. നീന്തൽ പഠിച്ചില്ലെങ്കിൽ അദ്ദേഹം ആ പൈസ തിരിച്ചു കൊടുക്കും. മണി ബാക്ക് ഗ്യാരണ്ടിയാണ്. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ഒരു നീന്തൽ ക്യാമ്പ് നടത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ ഡേറ്റും കാര്യങ്ങളെല്ലാം ചോദിച്ച് ഞാനിവിടെ ആക്കി പോകും. ഉദാഹരണം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 3 മണിക്കൂറോ 4 മണിക്കൂറാണ് അദ്ദേഹത്തിന്റെ ടൈം എന്ന് പറയുന്നത്. അതിനകത്ത് നീന്തൽ പഠിച്ചിരിക്കും. അപ്പൊ എന്റെ അടുത്ത് അരമണിക്കൂർ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുമോ? ഇതിനൊക്കെ എന്താ പറയേണ്ടത്? കാരണം അദ്ദേഹത്തിന്റെ വളരെ വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹം എടുത്ത ചാൾസൺ സ്വിമ്മിംഗ് ടെക്നിക്കോ അങ്ങനെ എന്തോ ഒരു പേരിൽ അദ്ദേഹം തന്നെ കണ്ടുപിടിച്ച ഒരു ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അവിടെയും എന്താണ്, കളിയാക്കുവാനോ അല്ലെങ്കിൽ എളുപ്പം തിരക്കുന്ന ആളുകളാണ് നമുക്കുള്ളത്. എന്റെ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയും, ഞാൻ എടുത്തു പറയുന്ന ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയും കുട്ടികളെ സ്പോർട്സിലേക്ക് വിടുമ്പോൾ അല്ലെങ്കിൽ ആർട്സിലേക്ക് വിടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരുടെ ശരീരവും മനസ്സും വ്യക്തിത്വവും വികസിക്കുന്നു എന്നുള്ളതാണ്. വേറെ ഒരു ലെവലിലേക്ക് തിരിഞ്ഞു പോകുന്ന, ഒരു മോശം പ്രവണതയിലേക്ക് തിരിഞ്ഞു പോകുന്ന ആ ഒരു പ്രവണത മാറിക്കിട്ടും. ആരോഗ്യമുള്ള, ഇപ്പോഴത്തെ ഡ്രഗ്സിൽ നിന്നൊക്കെ ഒഴിവാകാൻ ഏറ്റവും നല്ല മാർഗം ഈ സ്പോർട്സ് ഫീൽഡിലോട്ട് വരിക. കുട്ടികളെ സ്പോർട്സ് ഫീൽഡിൽ വന്നാൽ എൻ്റെ കുട്ടികൾ ആരും സിഗരറ്റ് വലിക്കുന്നവരില്ല. ഞങ്ങളുടെ ഒരു സിഗരറ്റിന്റെ കുറ്റിയോ അവരെ റൂമിലോ പരിസരത്തോ കണ്ടാൽ ഞങ്ങൾ അവനെ അപ്പോൾ പെട്ടിയെടുക്കാമെന്ന് പുറത്താക്കി. അത് എൻ്റെ ഡയറക്ടർ പത്രോസ് പി മത്തേ എന്നാണ്, കേരള യൂണിവേഴ്സിറ്റി ഡയറക്ടർ. അയാൾ ഇന്ത്യയിലും ലോകത്തും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് സ്പോർട്സ് ഫീൽഡിൽ. അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ച രീതി അതായിരുന്നു. ഒരു സിഗരറ്റ് പോലും, ജസ്റ്റ് സ്മോക്കിങ്ങിന് പോലും അവിടെ സ്ഥാനമില്ല. കാരണം ആരോഗ്യമുള്ള ഒരു ശരീരം, കരുത്തുറ്റ ഒരു ശരീരം, അതുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് അവരെപ്പോഴും എന്താണ്, ഹെൽത്ത് ആയിരിക്കും. അത് മാത്രമല്ല ചിന്തകളും ഷാർപ്പായിരിക്കും. അപ്പോ എന്തെങ്കിലും സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അഡ്വൈസ് വേണമെന്നുണ്ടെങ്കിൽ വരാമല്ലോ. തീർച്ചയായിട്ടും എപ്പോഴും വേണമെങ്കിലും അദ്ദേഹത്തെ വന്ന് കാണാം. ഞാൻ വീഡിയോയുടെ താഴെ ഇവിടെ ഇങ്ങനെ ഇദ്ദേഹത്തിന്റെ നമ്പർ, ഷോപ്പിലെ നമ്പർ ഞാൻ കൊടുക്കാം. ഷോപ്പുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും അല്ലെങ്കിൽ സ്പോർട്സുമായി ബന്ധപ്പെട്ട എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് അദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഷോപ്പുമായി ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളെല്ലാം നിങ്ങളെ ഞാനൊന്ന് കാണിക്കാം. അതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിൽ വന്ന് കണ്ട് അനുഭവിച്ച് നിങ്ങൾക്കറിയാം. അപ്പൊ എന്തായാലും ഇത്രയും സമയം ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇത്രയും സമയം നമ്മളെ കൂടെ ചെലവഴിച്ച അദ്ദേഹത്തിന് ഒരുപാട് തിരക്കുകളുണ്ട്. പലരും അദ്ദേഹത്തെ കാണാൻ വരുന്നുണ്ട്. പല സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നും ഒക്കെ പലരും അദ്ദേഹത്തെ കാണാൻ വരുന്നു. ഓഫീസേഴ്സ് വരുന്നു, സാധനങ്ങൾ വരുന്നു. പിന്നെ ഒന്നുകൂടി എടുത്തു പറയണം, മൊമന്റോസ്, പലതരം മൊമന്റോസ് ഇവിടെ ഉണ്ട്. അപ്പം മൊമന്റോസിന്റെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. മടവൂർ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആർട്ടിസ്റ്റാണ്, മൊമന്റോ മേക്ക് ചെയ്യുന്ന ആളാണ്. മൊമന്റോ അദ്ദേഹം നമ്മൾ ചെയ്തിട്ടുണ്ട്, പുതിയ ഷോപ്പിന്റെ വീഡിയോ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. മൊമന്റോ ക്വാളിറ്റിയുള്ള MDF-ൽ അദ്ദേഹം തന്നെ മൊമന്റോ മേക്ക് ചെയ്ത് സ്വന്തമായി യൂണിറ്റ് ഒക്കെ വെച്ച് നമുക്ക് കസ്റ്റമൈസ്ഡ് വേണമെങ്കിൽ അദ്ദേഹം കസ്റ്റമൈസ് ചെയ്തു തരും. എന്റെ വീഡിയോയുടെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ സതീഷ് ബയാസിഫ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ഡീറ്റെയിൽസ് ഫുള്ള് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അദ്ദേഹം മേക്ക് ചെയ്യുന്നെങ്കിൽ ഇത് കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് വളരെ ചെറിയ റേറ്റില് മെഡലുകൾ ഉൾപ്പെടെ, ഞങ്ങളുടെ മൊറാദാബാദ് എന്നാണ് ഞങ്ങളുടെ സാധനങ്ങളൊക്കെ വരുന്നത്, കറക്റ്റ് ഫാക്ടറിയിൽ നിന്ന് ഡയറക്റ്റ് വരികയാണ്. അപ്പോ മെഡലുകള്, ട്രോഫികള്, മൊമന്റോസ് ഒക്കെ ഉൾപ്പെടെ എല്ലാം ഹോൾസെയിൽ റേറ്റിൽ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. എണ്ണം കൂടുതലുണ്ടെങ്കിൽ അതിനകത്ത് വീണ്ടും എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ നടക്കും. അപ്പൊ എന്തായാലും ഷോപ്പ് കൂടി ഞാൻ നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കാം. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി. ഷോപ്പിലേക്ക് കയറുമ്പോൾ തന്നെ ജേഴ്സികൾ, പല വിധത്തിലുള്ള ജേഴ്സികൾ, പല റേറ്റിലുള്ള ജേഴ്സികൾ, അതുപോലെ തന്നെ മൊമന്റോസ്, ട്രോഫികൾ, ക്യാരംസിന്റെ ബോർഡ്, ജിമ്മിന്റെ എക്യുപ്മെന്റ്സ്, ഡംബൽസ്, ബൂട്ട്സ്, അങ്ങനെ കമ്പനി സാധനങ്ങളാണ് ഇതിലെല്ലാം. FBയുടെ ബാറ്റുകൾ, ഹോക്കി സ്റ്റിക്കുകൾ തുടങ്ങി ഞാൻ പറഞ്ഞാൽ പലതും വിട്ടുപോകും. പക്ഷെ നിങ്ങൾക്ക് കാണാം, ക്രിക്കറ്റ് ബാറ്റ്, തൊട്ടപ്പുറത്ത് അതിന്റെ ഹെൽമെറ്റും പാടുകളൊക്കെ ഇരിപ്പുണ്ട്. ബാഡ്മിന്റൺ റാക്കറ്റ്സ്, ഫ്രെയിംസ്, അതിന്റെ ഷട്ടിൽ കോക്ക്, ഇത് റാക്കറ്റ് വലിയുന്ന മെഷീനാണ്. ഫുട്ബോളുകൾ, പല വെറൈറ്റീസിലുള്ള പല റേറ്റിലുള്ള ബാറ്റുകളും ഫുട്ബോളുകളും എല്ലാം ഉണ്ട്. ഞാനൊന്ന് ഓടിച്ച് കാണിക്കുകയാണ്, കാരണം നമ്മൾ ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ലെങ്ത് ഉള്ള വീഡിയോ ഇതായിരിക്കും. അപ്പൊ ഞാനിത് 2 ഭാഗമായി അപ്ലോഡ് ചെയ്യാം എന്ന് കരുതുകയാണ്. ജെർസികളിൽ, ബർമുഡ, ട്രാക്ക് സൂട്ട്സ് എല്ലാം
ഞാൻ എല്ലാം ഒന്ന് സ്പീഡിൽ ഓടിച്ചു പോവുകയാണ്. സ്കേറ്റിംഗ് ബോർഡ് നിങ്ങൾക്ക് തന്നെ കാണാം. സ്റ്റെമ്പുകളുണ്ട്, ബോക്സിംഗ് ഗ്ലൗസ് ഉണ്ട്, അങ്ങനെ വ്യത്യസ്തമായ ഐറ്റംസുകളെല്ലാം ഇവിടെ തന്നെ ഉണ്ട്. എല്ലാം ഈ വീഡിയോയിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല, കാരണം അത്രയും ലെങ്ത് ആയിപ്പോയി. ദയവ് ചെയ്ത് നേരിട്ട് വരിക, അല്ലെങ്കിൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.